എല്ലാവർക്കും നമസ്കാരം. പിണ്ടനൂൽ ദോഷം എന്നൊരു ദോഷമുണ്ട്. മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ദോഷമാണ് പിണ്ടനൂൽ ദോഷം എന്ന് പറയുന്നത്. കുറച്ച് നക്ഷത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നക്ഷത്രങ്ങളിൽ മരിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ വന്ന് ഭവിക്കുന്ന ആ ദോഷമാണ് പിണ്ടനൂൽ ദോഷം എന്നു പേര് പറഞ്ഞിരിക്കുന്നത്. ഈ ദോഷം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവർക്കാണ്. അപ്പം അവർക്കൊരു വർഷത്തേക്ക് വരാൻ സാധ്യതയുള്ള ദോഷങ്ങളെ ആണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൃക്കേട്ട, കാർത്തിക, പൂരം, പൂരാടം, പൂരുരുട്ടാതി, ഭരണി, ആയില്യം, തിരുവാതിര, ചോതി, ഇത്രയും നക്ഷത്രങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നക്ഷത്രങ്ങളിൽ ആണ് മരിക്കുന്നതെങ്കിൽ ഒരു വർഷത്തേക്ക് ആ കുടുംബത്തിൽ ഈ മരിച്ചയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ദോഷം സംഭവിക്കാം. ഇതിന് കാരണമായി പറയുന്നത്, പിണ്ടനൂൽ ദോഷം ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് നോക്കുമ്പോൾ അതിന് കാരണം സുഹൃതക്ഷയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിലെ സുഹൃതങ്ങൾ ക്ഷയിച്ചു പോയി എന്ന് പറയുക. അതിൻ്റെ സൂചനയാണ് ഈ ദോഷത്തിൽ വന്ന് ആ ഗൃഹത്തിലെ ഒരാൾ മരിക്കുന്നത്. സുഹൃതക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ചെയ്തു വച്ചിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം തീരാറായി, അത് തീർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കുമൊക്കെ അനുഭവ ദോഷം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് സൂചന തരുന്നതാണ് ഇങ്ങനെയുള്ള ദോഷങ്ങളിൽ വന്ന ഒരാൾ മരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ അതിന് വിജയമുണ്ടാകുന്നത്, വിദ്യാഭ്യാസം കിട്ടുന്നതും തൊഴിൽ കിട്ടുന്നതും വിവാഹം നടക്കുന്നതും സന്താനമുണ്ടാകുന്നതും ഒക്കെ സുകൃതം ഉള്ളത് കൊണ്ടാണ്. നമ്മളുടെ പൂർവികർ, നമ്മുടെ പുറകോട്ട് കിടക്കുന്ന ആൾക്കാർ ചെയ്തു വച്ചിരുന്ന പുണ്യകർമ്മങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ ഫലം എടുത്ത് ഉപയോഗിച്ചാണ് നമ്മൾക്കതൊക്കെ വിജയമാക്കി മാറ്റാൻ സാധിച്ചത്. പക്ഷേ അത് തീരുന്നതിനനുസരിച്ച് നമ്മളത് നിറയ്ക്കേണ്ടതുണ്ട്. ഇനി വരുന്നവർക്ക്, നമുക്ക് ശേഷവും ഒരുപാട് തലമുറകൾ വരാൻ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി അത് വീണ്ടും നമ്മൾ നിറയ്ക്കേണ്ടതുണ്ട്. അത് ചെയ്യാതെ വരുന്ന കാലഘട്ടത്തിൽ ആ കുടുംബത്തിൻ്റെ അധപ്പതനം തുടങ്ങും എന്നാണ് പറയുന്നത്. അതാണ് സുഹൃതക്ഷയം. നമ്മൾക്ക് സൂചന തരികയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സന്താനങ്ങൾക്ക് അവരുടെ ശ്രേയസ്സിന്, നമ്മൾ പഠിച്ചപ്പോൾ വിദ്യാഭ്യാസത്തിന് പോയപ്പോൾ അത് വിജയം നേടിയത്, അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിച്ചപ്പോൾ അത് കിട്ടിയത്, വിവാഹത്തിന് ശ്രമിച്ചപ്പോൾ അത് നല്ലവണ്ണം നടന്നത്, സന്താനങ്ങൾ ഉണ്ടായത്, അവർക്ക് നല്ല ഭാവി ഉണ്ടാവുന്നത് ഒക്കെ ഈ സുഹൃതം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും അത് വേണമെങ്കിൽ നമ്മളും നമ്മുടെ പൂർവികർ ചെയ്ത പോലെ ചെയ്യണം എന്ന് പറയുന്നു. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ദോഷത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ചെയ്യുന്നത്, പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സുഹൃതമൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. ആദ്യം ചെയ്യേണ്ടത് ഈ ദോഷം ഉണ്ടായിരിക്കുന്നതിനെ നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നാൽ നമ്മൾ സുഹൃത ഹോമം എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. അത് എളുപ്പമല്ല ചെയ്യാൻ. അപ്പം അത് പരിഹാരമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സാധാരണമായി ചെയ്യാറുള്ളത്, ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നാൽ മൃത്യുഞ്ജയം എന്ന് പറഞ്ഞ കാര്യം ചെയ്യും. മൃത്യുഞ്ജയ ഹോമം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് വേണമെങ്കിൽ ഭവനത്തിൽ വെച്ച് ചെയ്യാം. വിധിപ്രകാരമുള്ള 7 ഹോമദ്രവ്യങ്ങളെ അതിനകത്ത് ഹോമിച്ച് ആ മന്ത്രം ജപിച്ച് അതിലെല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുത്ത് അശുദ്ധികാലത്തിന് ശേഷം മരണം നടന്ന ഭവനത്തിൽ വച്ചിട്ട് ചെയ്യാം. അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ ശിവൻ്റെ മഹാക്ഷേത്രങ്ങളിൽ പോയിട്ട്, നമ്മളെ ആ ഹോമകുണ്ഡത്തിന് മുന്നിൽ ഇരുത്തിക്കൊണ്ട് ചെയ്യുന്ന മഹാക്ഷേത്രങ്ങളിൽ പോയി, ഏറ്റുമാനൂർ, ചെങ്ങന്നൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ പോയി അതിൽ പങ്കെടുക്കാൻ
സാധിക്കുമെങ്കിൽ അവിടെ പോയി ചെയ്യാം, അതിൽ പങ്കെടുക്കണം. ഹോമത്തിലെപ്പോഴും നമ്മൾ പങ്കെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഫലസിദ്ധി. എല്ലാ ഹോമങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് അശുദ്ധി കാലത്തിന് ശേഷം എത്ര പെട്ടെന്ന് സാധിക്കുമോ, 16 ദിവസമാണ് അശുദ്ധി കാലം, അതിന് ശേഷം എപ്പോൾ എത്ര പെട്ടെന്ന് സാധിക്കുമോ അപ്പോൾ അത് ചെയ്യണം. പിന്നെ 1 വർഷത്തേക്ക് ഈ ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ അവരവരുടെ ആ ജന്മനക്ഷത്രം തോറും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ആ വഴിപാട് ശിവക്ഷേത്രത്തിൽ പോയി നടത്തിക്കൊണ്ടിരിക്കണം 1 വർഷത്തേക്ക്. എന്ന് വെച്ചാൽ ആണ്ടുബലി വരെ മരിച്ച ആൾ ഏത് നക്ഷത്രത്തിലാണോ ഏത് മാസത്തിലാണോ മരിച്ചത്, ആ മാസത്തിലെ നക്ഷത്രം വീണ്ടും വരുമ്പോൾ 1 വർഷം പൂർത്തിയാവുന്നു. അപ്പോഴാണ് പിതൃവാകുന്നത് മരിച്ചയാൾ. അതുവരെ ദോഷം നിലനിൽക്കുന്നു. പിന്നെ ഈ 1 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖാചരണ കാലമുണ്ട്, ദീക്ഷാകാലം എന്ന് പറയുന്നത്. ഈ സമയത്തൊക്കെ അനവധിയായ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ആ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ സുഹൃതത്തെ വീണ്ടും നിറയ്ക്കുന്നത്, നമുക്ക് ശേഷമുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ബാക്കിയുള്ള ജീവിതത്തിന് വേണ്ടി ഒക്കെയായിട്ട്. അപ്പോൾ ആ സൽക്കർമ്മങ്ങൾ എന്താണെന്നുള്ളത് ഒരാചാര്യനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം. കാരണം സൽക്കർമ്മങ്ങൾ ഇന്നതൊക്കെ സൽക്കർമ്മങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞു വച്ചിട്ടൊന്നുമില്ല. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ വ്യക്തിക്കും ഓരോന്നാണ് സൽക്കർമ്മങ്ങൾ. അത് ആ വ്യക്തിയുടെ ചുറ്റുപാടുകളനുസരിച്ച്, സാഹചര്യങ്ങളനുസരിച്ച്, ജാതകമനുസരിച്ച്, ആ വ്യക്തിയുടെ വാസനകളനുസരിച്ച് ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശാസ്ത്രം അറിയാവുന്ന ആചാര്യന് മാത്രമേ അത് കണ്ടെത്താനും അത് നിർദ്ദേശിക്കാനും സാധിക്കുകയുള്ളൂ. ആ നിർദ്ദേശം സ്വീകരിച്ച് വേണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ. അതാണ് ആചാര്യ നിർദ്ദേശപ്രകാരം അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും ഫലസിദ്ധി വരാറില്ല. ശാസ്ത്രം ഉപയോഗിച്ച് എന്താണ് ദോഷം കണ്ടെത്തി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ എന്ത് വരും എന്ന് മനസ്സിലാക്കി ആ പരിഹാരങ്ങൾ ചാർത്തായിട്ട് എഴുതി വാങ്ങി കൊണ്ടുപോയി ചെയ്യണം. ചാർത്തിനകത്ത് വലിയ കാര്യമുണ്ട്. ചാർത്തില്ലാതെ ചെയ്യുന്ന പരിഹാരങ്ങൾക്ക് ഫലം ഉണ്ടാവാറില്ല. കാരണം നമുക്ക് ആ രാശിയുടെ മുമ്പിലിരുന്ന് ദൈവജ്ഞൻ എഴുതിത്തരുന്ന ചാർത്ത് അപ്പോൾ തന്നെ അത് നിയതിയിൽ, ബ്രഹ്മത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നേരെ നിയതിയിലേക്ക്, ബ്രഹ്മത്തിലേക്ക് പോയി അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചാർത്തിൽ കൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അങ്ങനെ നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാത്ത ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് നേരെ പോയി നിയതിയിലേക്ക് പോയി, എവിടെയോ പോയി, അത് നമ്മളിലേക്ക് എത്തുന്നില്ല. അതാണ് പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കരുത്. നമ്മുടെ തന്നെ ഗുരുവായിട്ട് നമ്മൾ തന്നെ അനുഷ്ഠിക്കുക, അങ്ങനെ ഒരു കർമ്മം ഇല്ല. അപ്പോൾ സുകൃത കർമ്മങ്ങൾ ചെയ്ത് ഈ ദോഷത്തെ കുടുംബത്തിൽ നിന്ന് മാറ്റാം. പരിഹാരമുണ്ട് എല്ലാത്തിനും, ജ്യോതിഷത്തിൽ എല്ലാത്തിനും പരിഹാരം പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സൗഖ്യം നേർന്നുകൊണ്ട് സർവേശ്വരിയായ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.